ഇന്ദ്രജെ ഒന്ന് നോക്കിയേ, കൊള്ളാമോ? ഈ ഷർട്ട് എനിക്ക് ചേരുന്നുണ്ടോ? ഷർട്ട് കൊള്ളാം, പക്ഷെ ഇട്ടിരിക്കുന്നത് നിങ്ങളല്ലേ. അതെ, നമ്മളോട് എന്തിനാ ആന്റി റെഡിയാവാൻ പറഞ്ഞ്? നമ്മളെങ്ങോട്ടാ പോകുന്നേ? എനിക്കറിയില്ല. ആന്റി നല്ല സന്തോഷത്തിലാ പറഞ്ഞത്. എവിടെയോ എന്തോ ഫംഗ്ഷൻ ആണെന്നാ തോന്നുന്നേ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ. ആ വേദ ഉണ്ടായിരുന്നെങ്കിൽ വേദ ഇതൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് വച്ചേനെ. അതിനവള് വീണ്ടും ടൂർ പോയിരിക്കല്ലേ. അവളുടെ ടൂറ് കുറച്ച് കൂടുന്നുണ്ട്. മമ്മിയോടൊന്ന് പറയണം. എന്റെ പൊന്നിന്ദ്രജെ, അവള് പോകുകയാണെങ്കിൽ പൊക്കോട്ടെ. നമ്മൾ ഈ എലിക്കണി പെട്ടതുപോലെ ഇതിനകത്ത് ഇങ്ങനെ പെട്ട് കിടക്കുക. ആ സന്തോഷിക്കുന്നവര് സന്തോഷിക്കട്ടെ, അതിന് നമ്മൾ എതിരിക്കുന്ന എന്തിനാ? വിജയ് മമ്മിയോട് ചോദിച്ചാലേ നമ്മളോടും എവിടേക്കെങ്കിലുമൊക്കെ പൊയ്ക്കോളാൻ പറയും. അതെങ്ങനെ വാതർന്നൊന്നും ചോദിക്കില്ലല്ലോ. അത് പറയരുത് ഇന്ദ്രജെ. ആന്റിയോട് വാതുറന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് വേറൊരു കാര്യം ഇവിടെ ഉണ്ടാവണം. എന്താ? നമ്മുടെ മുറിയിൽ എനിക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് താൻ എനിക്ക് തരാറില്ലല്ലോ. അങ്ങനെ താൻ നിർബന്ധമായും ചീത്ത പറഞ്ഞ് അടഞ്ഞു പോയതാ എന്റെ വാ. അതിനെന്നെ കുറ്റം പറയണ്ട. എന്റെ വാ അടച്ചത് നീയാ. നീ എന്താ നീ രണ്ടുപേരും കൂടി ഒരു തർക്കം? ഒന്നുമില്ല മമ്മി. ഒരു കാര്യമുണ്ട് ആന്റി. വേദ എപ്പോഴും ടൂർ പോവുക. അതിന് ഇന്ദ്രജയ്ക്ക് ചെറിയ പരാതിയുണ്ട്. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കെവിടെയും പോകുന്നത് ഇഷ്ടമല്ല. എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവുന്നതാ ഇഷ്ടം. നീല സാരി ഉടുത്ത ഒരു ഓന്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അല്ലാണ്ടി നമ്മൾ എവിടേക്കാ പോകുന്നേ? നാളത്തെ ദിവസം ഏതാന്നറിയോ? വ്യാഴാഴ്ച. ആ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കറിയില്ല. നാളെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പൂജയ്ക്കുള്ള ദിവസമാ. അതുവഴി കടന്നു പോകുമ്പോ അവിടത്തെ തിരക്ക് കണ്ടാ മനസ്സിലാവും. വ്യാഴാഴ്ചക്ക് എന്താ പ്രത്യേകത മമ്മി? വലിയ സസ്പെൻസ് ഒന്നും വേണ്ട. നാളെ ഞങ്ങളുടെ വിവാഹ വാർഷിക. 30ാം വിവാഹ വാർഷികം. എന്നിട്ട് അത് ഇതുവരെ എന്താ പറയാതിരുന്നേ? എന്തിനാ പറയുന്നത്? ഇതൊക്കെ ഓർത്തു വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. സോറി മമ്മി. ഇപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നെന്ന് പറ. ഇവിടുന്ന് കുറച്ചധികം ദൂരെ കാടിനകത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. അത് നമ്മുടെ താന്നിയൂരമ്മയുടെ മൂലസ്ഥാനമാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാ പോകുന്നു. അവിടെ ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ നടത്താം. നാളെ എന്താ പരിപാടി? ആദ്യം ഇതിന് പോയിട്ട് വരട്ടെ. പത്മ, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് സൂര്യയും നന്ദിനിയും കൂടി കൂട്ടിയ സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് പോവാൻ ഇറങ്ങാം. അതിനിടയിൽ നിങ്ങൾ അവളുടെ കാര്യം വലിച്ചിടരുത്. അല്ലെങ്കിലും അവളിവിടെ ഇല്ല ഡാഡി. അവള് സൂര്യൻ കുട്ടി രാവിലെ എവിടേക്കോ പോയി. എങ്ങോട്ട്? ആർക്കറിയാം. ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ അവളുടെ യാത്ര? മോന്റെയും മരുമോളുടെയും സകല രഹസ്യങ്ങൾ അറിയാവുന്ന അച്ഛന് ഇതെന്താ കിട്ടിയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ വാല് തൂങ്ങി നടക്കാൻ തീരുമാനിച്ച പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ. എന്തൊരു കഷ്ടമാണ് എന്റെ കാര്യം. ഇങ്ങനെ ആരെങ്കിലും ഭാര്യ അനുസരിച്ച് ജീവിക്കൂ? അന്തസ്സുള്ള ആർക്കെങ്കിലും അത് പറ്റുമോ? അങ്കിൾ അങ്ങനെ നോക്കണ്ട. അന്തസ്സുള്ള ആർക്കെങ്കിലും പറ്റുമോന്നാ ഞാൻ ചോദിച്ചേ. പിന്നെ എനിക്ക് പറ്റുന്നത് ആ സാധനം എനിക്കില്ലാത്തതുകൊണ്ട്. മതി കേട്ടാ. വാ ഇറങ്ങാം. വാ പോവാ.